നമ്മക്കാണെങ്കിലേ ഇന്ന് കുറച്ചധികം പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ട്രേഡിംഗ് ഹാൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് ഈ ഒരു സെക്ഷൻ മൊത്തം വില്ലേജസിനെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഒരു വില്ലേജറിനെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സെക്ഷനിലാണെങ്കിൽ എനിക്ക് ഒരു വില്ലേജർ പോലും ആഡ് ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം നമ്മളെ വില്ലേജറൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനി അവിടെ AFK നിന്നാൽ മാത്രമേ നമ്മളെ വില്ലേജസിനെ നമുക്ക് ആഡ് ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റോൺ കട്ടറിനെ ഒരു ബിൽഡ് ആക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മളെ ഏറ്റവും വലിയ മിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡ് മൊത്തത്തിൽ ബിൽഡായിട്ട് ഫില്ല് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോൺ കട്ടറും കൂടി ഒരു ബിൽഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഐലൻഡിൽ അത്യാവശ്യം ബിൽഡൊക്കെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ അധികം കോബിൾ സ്റ്റോണിൻ്റെ ഡീപ്പ് സ്ലേറ്റ് ഉണ്ടല്ലോ, അത് കുറേ നേരം ഇരുന്ന് മൈൻ ചെയ്തു. നമ്മൾ അയണൊക്കെ ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അവിടെയും ഇനി AFK നിൽക്കാനുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബിൽഡ് ചെയ്യണം. എനിക്കാണെങ്കിൽ വലിയ ഐഡിയ ഇല്ല കേട്ടോ, സത്യം പറയില്ല, എനിക്ക് ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് വെക്കാം, നമുക്ക് നോക്കാം എങ്ങനെ ഇത് വരുന്നത്. എനിക്ക് ഏത് ബ്ലോക്ക് ഉപയോഗിക്കണം ഒന്നും ഐഡിയ കിട്ടണില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ ഡീപ്പ് സ്ലേറ്റ് വെച്ചിട്ട് ചെയ്യണം എന്നാണ്. അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഞാനിവിടെ ഒരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ ഡീപ്പ് സ്ലേറ്റ്, ഇത് കോബിൾഡ് ഡീപ്പ് സ്ലേറ്റ് ആണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇതെടുത്തിട്ട് കുറച്ച് നമുക്ക് ഈ ഒരു ഡീപ്പ് സ്ലേറ്റ് ബ്രിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ബ്രിക്സ് ഞാനൊരു 3.5 സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡീപ്പ് സ്ലേറ്റ് കൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഡിസൈൻ ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഉണ്ടാക്കി നോക്കാം. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? അപ്പോൾ ഇതും ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡീപ്പ് സ്ലേറ്റിൻ്റെ തന്നെ ഈ ഒരു ബ്രിക്സ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഇത്ര സാധനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ എന്തും ഉണ്ടാക്കണ്ട, ഇത് ഇങ്ങനെ ഇരിക്കട്ടെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡിസൈൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിൻ്റെ ഡോറ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പോവാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ആവും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്, അത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം, എന്നിട്ട് ഇവിടെ വെക്കണം, എന്നിട്ട് ഇതൊരു നമുക്കൊരു വാതിലാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കേതാ, ഇതാണ് നമ്മൾ ഈ ഒരു ബിൽഡിൻ്റെ വാതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1, 2 ഈ ഒരു 2 ബ്ലോക്ക് നമുക്ക് ഇതിൻ്റെ നീളം കൂട്ടാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു ഡീപ്പ് സ്ലേറ്റിൻ്റെ വാളില്ലേ അത് ഇവിടെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നീളത്തിൽ അതുവരെ കൊണ്ടുപോകണം. അപ്പോൾ ഇതെന്തായാലും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഇവിടത്തം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ എത്ര ബ്ലോക്കാണ്? 3 ബ്ലോക്ക് അല്ലേ. അതുപോലെ 1, 2, 3 ബ്ലോക്ക് നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു വാള് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീട്ടി കൊണ്ടുപോവാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീട്ടി കൊണ്ടുപോവാം. അപ്പോൾ ഒരു എൽ ഷേപ്പ് പോലെ നമുക്കൊരു സ്ഥലം കിട്ടിയില്ലേ. എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു വാള് വീണ്ടും വെച്ച് കൊടുക്കാം. പിന്നെയും ആദ്യം ഇതേപോലെ ഇങ്ങോട്ടേക്ക് ബാക്കോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇവിടം വരെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഒരു ഡീപ്പ് സ്ലേറ്റിൻ്റെ വാള് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിൽഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഞാൻ ഫ്രീ ക്യാമിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് കോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ലാവയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇതൊരു ബ്ലോക്കും കൂടി ഹൈറ്റിലേക്ക് ബിൽഡ് ചെയ്യണം. ഇപ്പോൾ ഇത് കാണാൻ സത്യം പറഞ്ഞ ഒരു പെട്ടിക്കൂട് പോലെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ജനലൊക്കെ വെച്ചിട്ട് ഒന്ന് കാണാൻ നല്ല ഭംഗിയാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ജനൽ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് വേണം. കണ്ടോ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ 2 ജനലങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒരുമാതിരി കണ്ണും മൂക്കൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആവുമ്പോൾ ശരിയാവോ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ജനലിൻ്റെ ആവശ്യം അല്ല, ഒന്നല്ല, 1 മതി, അതാണ് നല്ലത്. കണ്ടോ, ഇവിടെ ആയിട്ട് ഒരു ജനല്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം വലിയൊരു ജനൽ തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഒരു 3 ബ്ലോക്കിൻ്റെ അത്യാവശ്യം വലിയ ജനൽ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു ജനൽ ഇരിക്കട്ടെ. ജനലിന് ഒരു പഞ്ഞവും പാടില്ല, അതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഇവിടെ ഒരു ജനൽ മതി. ഇവിടെ എല്ലാം ഒറ്റൊരു ജനൽ മതി, 2, 3ൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവന്മാർ കുറേ പ്രാവശ്യമല്ലേ ഈ ഗ്യാങ് ആയിട്ട് ഇങ്ങനെ വരണം. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല. എപ്പോഴും വരും, ഞാനാണെങ്കിൽ വടയും ചായയും കൊടുത്തു വിടും, വീണ്ടും വരും, വീണ്ടും വടയും ചായയും കൊടുത്തു വിടും. ഇവന്മാർക്ക് ഇത് തന്നെയാണ് പരിപാടി. എന്തായാലും ഇവന്മാരെ മൊത്തത്തിൽ ഞാൻ ഒന്ന് വടയും ചായയൊക്കെ കൊടുത്തിട്ട് ഒന്ന് സൽക്കരിച്ച് വിടട്ടെ. അപ്പം നമ്മൾ ബിൽഡിലാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഇത്രയും ജനൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലാണെങ്കിൽ ഇത്രയും ജനൽ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറവാണ്, ഇവിടെ കുറച്ച് ജനലാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെയും ജനൽ, ഇവിടെയും ജനൽ, മൊത്തത്തിൽ ജനൽ മാത്രമാണ് ഈ ഒരു ബിൽഡിൽ ഏകദേശം ഉള്ളത്. പകുതിയോളം ജനലാണ്.
അപ്പൊ ഇനി നമുക്കുള്ള പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനലിലൊക്കെ ഗ്ലാസ് വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മേൽക്കൂര എങ്ങനെ പണിയണമെന്ന് നോക്കണം. ഒരു ഓടിട്ട സെറ്റപ്പിൽ തന്നെ പണിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബിൽഡിന് എവിടെയൊക്കെ നമ്മളെ ഈ ഒരു ആർച്ച് ഉണ്ടല്ലോ, ദാ സംഭവം അത് എവിടെയൊക്കെ വേണം നോക്കണം. ആദ്യം തന്നെ ഈ ഒരു ഏരിയയിലായിട്ടും വേണം, പിന്നെ ഇത് ഇവിടെ ആയിട്ടും വേണം. അതുപോലെ ഈ ഒരു സൈഡ് സ്വാഭാവികമായിട്ടും വരും, അതങ്ങനെയാണ്. അപ്പൊ ഇവിടെയും വേണം നമുക്ക്. അപ്പൊ നമുക്ക് എല്ലായിടത്തും ആ ഒരു ആർച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കാം. അതായിരിക്കും ഇച്ചിരിയും കൂടി നല്ലത്. അപ്പൊ നമ്മൾ ആ ഒരു റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഈ ഒരു ബ്ലോക്ക് ആവശ്യമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലോക്ക് കുറേ അധികം കളക്ട് ചെയ്യണം. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്ക് പൊട്ടിക്കാനാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല. നമ്മൾ ആ ഒരു പിക്കാസ് പൊളിയുന്നവരെ ഞാൻ ഇവിടെ ഇരുന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്കാണെങ്കിൽ കുറേയധികം സ്റ്റേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഒരു 1.5 സ്റ്റാക്ക് സ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനിയും ഉണ്ടാക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ റൂഫിൻ്റെ ഒരു ചെറിയൊരു സംഭവം. അപ്പം ഇപ്പം തന്നെ കാണാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു എൻ്റെ റൂഫ് ഈ ഒരു ഇതിനെന്താ പറയാ, ടഫ് ബ്രിക്സ് അങ്ങനെ എന്തോ അല്ലേ. അപ്പൊ ഈ ഒരു ബ്രിക്സ് വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമ്മളിത് ഇവിടെയും ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി സ്റ്റെപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇവിടെയും നമ്മൾ ഒരു ആർച്ച് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് സെറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ആർച്ച് സെറ്റ് ചെയ്യണോ, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇത്ര ആർച്ച് മതിയല്ലേ, വെറുതെ ഇതിനെ കുറെ ആക്കിയിട്ട് ബിൽഡിനെ കോളാക്കുന്നത്. അപ്പം നമ്മളിത് ഒന്നും കൂടി പൊളിച്ച് പണിയാൻ വേണ്ടി പോവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞെങ്കിലേ, നമുക്കിനും ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടണം. എന്നാൽ മാത്രമേ ഇത് വെച്ചാൽ കറക്റ്റ് ആവത്തുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ നമ്മളെ ജനലൊക്കെ അങ്ങ് മൂടിപ്പോവും. ഞാൻ എന്തായാലും ഇത് ഒന്നും കൂടി ഒരു ബ്ലോക്ക് ഹൈറ്റ് ആക്കട്ടെ. അങ്ങനെ നമ്മൾ ഫൈനലി ഇത് ഈ ഒരു സ്റ്റേഴ്സ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും കൂടി പോളിഷ് ചെയ്തെടുത്തപ്പോൾ നല്ല സ്റ്റേഴ്സ് കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് ഏത് സ്റ്റേഴ്സാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ മുമ്പ് ഈ ഒരു സ്റ്റേഴ്സാണ് ഉപയോഗിച്ചത്. ഞാൻ പിന്നീട് അത് മാറ്റിയിട്ട് ഇതുപോലത്തെ സ്റ്റേഴ്സ് ആക്കി. അതാണ് കുറച്ചും കൂടി കാണാൻ ഭംഗി. ഇല്ലെങ്കിൽ എല്ലാം കറുത്തതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ആകട്ടെ. അങ്ങനെ നമ്മളെ സ്റ്റേഴ്സ് വെച്ചിട്ടുള്ള പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം ഇതേ ടൈപ്പ്. എന്നിട്ട് ഇത് ഇവിടെയൊക്കെ ആയിട്ട് വെക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മളെ ഈ ഒരു ഇതുള്ളത്. നമ്മളെ ഈ ഒരു ഫാർമിൻ്റെ ലുക്ക് ഉള്ളത് ഇതുപോലെയാണ്. നമ്മളെ സ്റ്റോൺ ജനറേറ്ററിൻ്റെ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ട്രേഡിംഗ് ഹാളിനേക്കാളും ഞാനിതിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് നമുക്കതിൻ്റെ മുകളിൽ വെക്കണം. അതുപോലെ തന്നെ ഗ്ലാസ് വെക്കാനുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ള കളർ ഗ്ലാസ്സില്ലേ, അതായത് നമ്മളെ നോർമൽ ക്ലിയർ ഗ്ലാസ് അല്ല, ആ വെള്ള കളർ ഗ്ലാസ് വെച്ച് ഇച്ചിരിയും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ സ്ലാബ് വെക്കേണ്ട പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെപ്പൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ ആ ഗ്ലാസ് ഉണ്ടാക്കാം. നമ്മൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയ സമയത്ത് നമ്മളതിൽ കുറച്ച് ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയാണ് ഞാൻ വെച്ചത്. ഓക്കെ, 60 ഗ്ലാസ് ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഈ ഒരു പൂ മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പൂ മതിയില്ലേ വൈറ്റ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് വൈറ്റ് കളർ പൂവല്ലേ? ഓക്കെ, ഇത് ഗ്രേ കളർ ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടി ഇത് ഏത് കളറാന്ന്. ബൈ ദ ബൈ അതൊരു ഗ്രേ കളർ ആയിരുന്നു. എന്തായാലും ഞാൻ ആ ഒരു ഗ്രേ കളർ ഒരു 8 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു 8 ഗ്ലാസ് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, ഇത് മൊത്തത്തിലൊരു ബ്ലാക്ക് തീം ആവുന്നുണ്ട്. നമുക്ക് ആ ഗ്ലാസ് വേണ്ട, ഗ്രേ ഗ്ലാസ് വേണ്ട, നമുക്കൊരു വൈറ്റ് കളർ തന്നെ വേണം. അപ്പോൾ ഞാൻ ഈ മൈൻക്രാഫ്റ്റ് റെസിപ്പി നോക്കിയ സമയത്ത് നമുക്ക് ബോൺ വെച്ചിട്ടും ഇവിടെയും ഗ്ലാസ് ഉണ്ടല്ലോ, ഇതെന്താണിത്? ഓക്കെ, നമുക്ക് ഈ ഒരു ബോൺ വെച്ചിട്ടും നമുക്ക് ആ ഒരു വൈറ്റ് കളർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളടുത്തൊരു 6 ബോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിവിടെ എവിടെയെങ്കിലായിട്ട് ഞാൻ ബോൺ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടാവും സ്പാം ആയിട്ട്. എനിക്ക് തന്നെ അറിഞ്ഞൂടെ എവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. കണ്ടോ, ഇവിടെ ഒരു 3 എണ്ണം. പിന്നെ എവിടെയുള്ളത്? ഇവിടെ ബോണില്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ബോൺ മെയിൽ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് വൈറ്റ് ഡൈ ഉണ്ടാക്കാം. ഞാൻ ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോയി. ഓക്കെ, നമുക്കൊരു 39 ഡൈ കിട്ടിയിട്ടുണ്ട്. അത് മതിയല്ലോ എനിക്ക്, ധാരാളം. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ വൈറ്റ് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 48 നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മളെടുത്ത് ഇനിയും ഗ്ലാസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ഉണ്ടാക്കി എത്ര കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം. ഓക്കെ, നമ്മൾ എടുത്തത്ര ഗ്ലാസ് മാത്രമേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിൽ ഫില്ലാക്കിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഗ്ലാസ് വന്ന സമയത്ത് ഇച്ചിരി കൂടി ബിൽഡ് നല്ല രീതിക്ക് കാണാൻ ഭംഗിയുണ്ട്.
അപ്പോൾ ഇനി ഗ്രാസ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ കുറച്ചും കൂടി നല്ല രീതിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് ഗ്രാസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ അറിഞ്ഞൂടാ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ഫ്ലോർ സെറ്റ് ചെയ്യാനുണ്ട്, വാതിൽ സെറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ബ്ലോക്കും വെക്കാനുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരും. നിങ്ങളത് കണ്ടോ? ഇതാ ഡയമണ്ട്സ്. ഞാനിവിടെ വെറുതെ ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടുണ്ടായതാണ്. അപ്പോഴാണ് എനിക്ക് ഈ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എൻ്റെ ആൻ പിക്ക് ആണെങ്കിൽ പൊട്ടിയും പോയി. ഇനി എനിക്കത് മൈൻ ചെയ്തെടുക്കാനും പറ്റത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്ങാനും മൈനിങ് ചെയ്യാം. നമുക്കിനിയും കുറേ വർക്കുകൾ നമ്മൾ ആ ഒരു സ്റ്റോൺ ജനറേറ്ററിൻ്റെ അവിടെ ഉണ്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണിക്കാം. അതിന് മുമ്പ് നമുക്കിവിടെ ഡോറും പിന്നെ അല്ലറ ചില്ലറ ചെറിയ പരിപാടികളും ഉണ്ട്. നമുക്കാദ്യം ഇവിടെ ഡോറ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഡോറ് ഇവിടെ ചേരുന്നില്ല എന്നല്ല എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ നമ്മളെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഈ ഒരു ഡോറ് വെക്കാനേ വഴിയുള്ളൂ. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഡോറ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് അയൺ ഡോർ എന്തെങ്കിലും ആക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അയണില്ല. സോ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഞാൻ വെറുതെ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ എന്തോ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഇവിടെ എന്തോ ഒരു ചെറിയ വിഷയമുണ്ട്. അതുകൊണ്ട് അത് അത് അവിടെ നോക്കണ്ട കേട്ടോ. അവിടെ നോക്കിയല്ലേ നമുക്ക് നിങ്ങൾ ആ സെൻറ്റർ മാത്രം നോക്കിയാൽ മതി. സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഇത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ അയൺ ഡോറൊക്കെ വെക്കാനുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്യട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത